ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ ഒരു ലിങ്കിൽ കയറി കഴിയുമ്പം ഈ കാണുന്നതാണ് വെബ്സൈറ്റിന്റെ ഈ ഒരു ഡൗൺലോഡ് ബട്ടൺ കാണുന്നുണ്ടാവും. ഈ ഒരു ഡൗൺലോഡ് ബട്ടൺ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. ഇപ്പൊ ലേറ്റസ്റ്റ് വെർഷനിലാണ് അപ്ഡേറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. പിന്നെ തൊട്ട് താഴെ എന്ന് പറയുമ്പം റാങ്ക് ഫയലാണ്. റാങ്ക് ഫയല് നമുക്കിപ്പം നേരത്തെയൊക്കെ നമ്മൾ ഇവിടെ പഠിച്ച സ്റ്റുഡൻസിന് മാത്രമേ ഇത് ഓർഡർ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ അത് ആർക്ക് വേണമെങ്കിലും റാങ്ക് ഫയല് പർച്ചേസ് ചെയ്യാം. ഇവിടെ ഓർഡർ നൗ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓട്ടോമാറ്റിക്കലി റാങ്ക് ഫയല് പർച്ചേസ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. പിന്നെ ബാക്കി നമ്മുടെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. റാങ്ക് ഹോൾഡേഴ്സ്, റാങ്ക് ഫയല്, പിന്നെ ഇവിടെ നമ്മുടെ ഫീഡ്ബാക്സ് ആണ്. നേരത്തെ ജോബ് കിട്ടിപ്പോയ സ്റ്റുഡൻസിന്റെ ഫീഡ്ബാക്സ് ആണ്. എത്രയാണ് വെബ്സൈറ്റിൽ മെയിൻ ആയിട്ട് വരുന്നത്. ഓക്കെ. അപ്പം മെയിൻ യൂസ് എന്ന് പറയുമ്പോൾ ആപ്പ് ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒരു ഫോണിന്റെ സ്ക്രീൻ ഷെയർ ചെയ്തിട്ട് ഇത് ഡൗൺലോഡ് ചെയ്ത് സെറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഓക്കെ, എന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഫോണിന്റെ സ്ക്രീൻ കാണാൻ പറ്റുന്നുണ്ടാവും. ഓക്കെ അല്ലേ എല്ലാവർക്കും? യെസ്. ഇത് മെയിൻ ആയിട്ട് ആൻഡ്രോയിഡ് ഡിവൈസിലേക്കാണ് ഇപ്പം നമ്മൾ ഡൗൺലോഡ് ചെയ്യുന്ന രീതിയിലാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ആപ്പിൾ iOS ഡിവൈസ് സിസ്റ്റം യൂസ് ചെയ്യുന്നവര് ഇത് ഡൗൺലോഡ് ചെയ്യണ്ട, ഇപ്പൊ ഡൗൺലോഡ് ചെയ്യണ്ട. ഓക്കെ. മെയിൻ ആയിട്ട് ആൻഡ്രോയിഡ് ഡിവൈസ് യൂസ് ചെയ്യുന്നവർ കയറി ഡൗൺലോഡ് ചെയ്യുക. ഫസ്റ്റ് നിങ്ങളുടെ ഫോണിൽ ഗൂഗിൾ ക്രോമിൽ പോവുക. ക്രോമിൽ പോയിട്ട് zenithacademy.in എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ. ബേസിക് സ്റ്റെപ്സ് ആണ്. zenithacademy.in സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ വെബ്സൈറ്റ് ലോഡായി വരും. ഈ വെബ്സൈറ്റിൽ ജസ്റ്റ് നിങ്ങൾ ഒന്നും ചെയ്യാനില്ല, ഡൗൺലോഡ് ആപ്പ് എന്നുള്ള ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു പ്രോംപ്റ്റ് വരും, ഡൗൺലോഡ് എന്ന് പറഞ്ഞിട്ട്. ഇതിപ്പോൾ ഓൾറെഡി ഞാൻ എൻ്റെ ഫോണിൽ ഡൗൺലോഡ് ചെയ്തു, അതുകൊണ്ടാണ് ഇങ്ങനെ കാണിക്കുന്നത്. ജസ്റ്റ് ഡൗൺലോഡ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾ നോർമലായിട്ട് ക്രോമിൽ നിന്ന് ഫയൽ ഡൗൺലോഡ് ചെയ്യുന്ന പോലെ തന്നെ നമ്മുടെ ആപ്പ് ഡിവൈസിലേക്ക് ഡൗൺലോഡ് ആയി വരും. zenithacademy.in എന്ന് പറഞ്ഞിട്ട് ഡിവൈസിലേക്ക് ആപ്പ് ഡൗൺലോഡ് ആയി വരും. ഓക്കെ. ഇത് ഏതാണ്ട് 81 MB ആണ്, 81 MB ആണ്. അത് നമ്മൾ ഇനി അങ്ങോട്ട് പോകുന്നവരും പുതിയ പുതിയ അപ്ഡേറ്റ്സ് ഇതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്യും. വീക്ക്ലി വലിയൊരു ടീം തന്നെ നമ്മൾ ഇതിനു വേണ്ടി സെറ്റ് ചെയ്തിട്ടുണ്ട്. സോ നിങ്ങളുടെ ഫീഡ്ബാക്ക് ബേസ് ചെയ്തിട്ട് അപ്ഡേറ്റ്സുകൾ വന്നുകൊണ്ടിരിക്കും. അപ്പൊ അപ്ഡേറ്റ് ആഡ് ചെയ്യുന്നതനുസരിച്ച് MB ചേഞ്ചസ് വരും. ഓക്കെ. ഇപ്പം നോട്ടിഫിക്കേഷൻസ് അതുപോലെ എന്തൊക്കെ ചേഞ്ചസ് ആണ് വേണ്ടത് അതനുസരിച്ച് നമ്മൾ സെറ്റ് ചെയ്യും. അപ്പൊ ഇത് ജസ്റ്റ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തതിന് ശേഷം ഈ ആപ്പിൽ ഒന്ന് ഓപ്പൺ ആക്കുക. ജസ്റ്റ് ആപ്പിൽ ഓപ്പൺ ആക്കുമ്പോൾ പാക്കേജ് ഇൻസ്റ്റാളർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് ആപ്പ് അങ്ങ് ഇൻസ്റ്റാൾ ചെയ്യുക. ഇപ്പൊ ഞാൻ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചേക്കുന്നതുകൊണ്ടാണ് അത് ഇൻസ്റ്റാൾ ചെയ്യാത്തത്. ഓക്കെ. ജസ്റ്റ് എന്നിട്ട് നിങ്ങളുടെ ബാക്കി ആപ്സിന്റെ കൂടെ തന്നെ നമ്മുടെ സെനിത്ത് എന്ന് പറഞ്ഞിട്ട് ആപ്പ് ഇൻസ്റ്റാൾ ആയി കാണും. ജസ്റ്റ് നോക്കിയാൽ മതി. ഇത്രയും ഓക്കെ ആണോ? കയറിയവര് ഒന്ന് ചെയ്തിട്ട് ഒരു എസ് പറയാവോ? ഇപ്പൊ ക്ലാസ്സിലുള്ളവര് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തവര് ഓക്കെ അല്ലേ? പറഞ്ഞത് ക്ലിയർ അല്ലേ? ഓക്കെ. ഇപ്പൊ ആപ്പ് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ആക്കി നോക്കാം. എന്തൊക്കെയാണ് കണ്ടൻസ്, ഡീറ്റെയിൽസ്, കാര്യങ്ങൾ. ഇപ്പം ഒരു മിനിറ്റ്. നിങ്ങൾ കയറുമ്പോൾ ഇങ്ങനെ അല്ലായിരിക്കും. നിങ്ങൾ കയറുമ്പം ഈ ഒരു പേജ് ആയിരിക്കും ഫസ്റ്റ് വരിക. ഓക്കെ. ക്ലാസ്സിൽ കയറുന്ന ടൈമിൽ നിങ്ങളുടെ യൂസർ നെയിം പാസ്വേഡ് ചോദിക്കും. ഇനി ഈ യൂസർ നെയിം എന്ന് പറയുന്ന കോളം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ സൂം യൂസർ നെയിം എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത ടൈമിൽ ഒരു സംഭവം അയച്ചു തന്നിട്ടുണ്ട്. എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ സൂം യൂസർ നെയിം. അതാണ് അവിടെ കൊടുക്കേണ്ടത്. ജസ്റ്റ് നിങ്ങളുടെ സൂം യൂസർ നെയിം അവിടെ എൻ്റർ ചെയ്യുക. ഇനി പാസ്വേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ആണ്. ഞാൻ മെസ്സേജ് അയക്കുന്നത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ യൂസർ നെയിം അയച്ചു തന്നിരിക്കുന്ന ഒരു വാട്സപ്പ് നമ്പർ ഉണ്ടാവുമല്ലോ. ആ വാട്സപ്പ് നമ്പർ ആണ് നിങ്ങളുടെ പാസ്വേഡ് ആയിട്ട് വരുന്നത്. ഓക്കെ ആണോ? ഇത്രയൊന്ന് ജസ്റ്റ് ഒന്ന് എൻ്റർ ചെയ്യോ? ഈ ഒരു മീറ്റിങ്ങിലുള്ള അത്രയും ആൾക്കാര് ജസ്റ്റ് ഇതൊന്ന് എൻ്റർ ചെയ്തിട്ട് എൻ്റെ അടുത്തൊരു എസ് ചാറ്റ് ബോക്സിൽ ഒരു എസ് പറയുക. യൂസർ നെയിം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സൂം യൂസർ നെയിം, പാസ്വേഡ് നിങ്ങളുടെ വാട്സപ്പ് നമ്പർ ആണ്. അപ്പൊ ഇതില്
ഈ യൂസർ നെയിം മറന്നു പോയവര് അങ്ങനെയൊക്കെ ഉള്ളവര് മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഓക്കെ, എന്നിട്ട് ജസ്റ്റ് സൈൻ ഇൻ കൊടുക്കുക. സൈൻ ഇൻ കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ ആപ്പിന്റെ ഇന്റർഫേസിലേക്ക് വരും. ഇതാണ് സെനിത്തിന്റെ ഇപ്പൊ ചെയ്തേക്കുന്ന ആപ്പ്. ഓക്കെ, അപ്പൊ ഇതില് നമുക്ക് മെയിൻ യൂസസ് എന്ന് പറയുമ്പം ഒന്ന് ലൈവ് ക്ലാസ് ആണ്. ഇപ്പം നിങ്ങളുടെ ഗ്രൂപ്പില് വാട്സപ്പില് സൂമിന്റെ ലിങ്ക് ഇട്ടുകൊണ്ട് നിൽക്കുന്നത് ഇന്നത്തെ ക്ലാസ്സിന് കൂടെ അങ്ങനെ കിട്ടും. നാളെ തൊട്ടുള്ള ക്ലാസ്സുകൾ ആപ്പിന്റെ അകത്തായിരിക്കും ലിങ്ക് വരിക. ഇന്നിപ്പം കുറെ പേര് മീറ്റിംഗിൽ 120 പേരെ കയറിയിട്ടുള്ളൂ, ബാക്കിയുള്ളവർ ഡൗൺലോഡ് ചെയ്യേണ്ട ആ ടൈമും കൂടെ എടുക്കും. സോ അവർ ഡൗൺലോഡ് ചെയ്യുന്നത് വരെ നമ്മൾ നാളെയും കൂടെ, അല്ല ഇനി ഒരു സെഷനും കൂടെ ഉണ്ടല്ലോ, സോ ആ ക്ലാസ്സും കൂടെ നോർമൽ വാട്സപ്പ് ഗ്രൂപ്പിൽ തന്നെ ലിങ്ക് വരും. നാളെ തൊട്ടുള്ള ക്ലാസ് നിങ്ങൾക്ക് ലിങ്ക് ഈ ഒരു ആപ്പിന്റെ അകത്തായിരിക്കും പ്രൊവൈഡ് ചെയ്യുക. ഓക്കെ, അപ്പം ഇത് മീറ്റിംഗിൽ കയറാനായിട്ട് ജസ്റ്റ് ഇവിടെ ഉള്ള ഈ ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്താൽ മതി. ലൈവ് ക്ലാസ് ഷെഡ്യൂൾ ചെയ്ത് കഴിയുമ്പം ഇവിടെ നിങ്ങൾക്ക് ലൈവ് ക്ലാസ് സൂം മീറ്റിംഗ് എന്ന് പറഞ്ഞിട്ട് ടൈം ഉൾപ്പെടെ ജോയിൻ ബട്ടൺ വന്ന് കിടക്കും. ജസ്റ്റ് ആ ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സൂം ഓപ്പൺ ആവും. ഓക്കെ, ഇതിപ്പോ ഞാൻ ഡെമോയ്ക്ക് വേണ്ടിയിട്ട് ഒരു യൂട്യൂബുമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്. സോ അവിടെ നിങ്ങളുടെ സൂം ആയിരിക്കും ഓട്ടോമാറ്റിക്കലി ഓപ്പൺ ആവുന്നത്. പിന്നെ ഈ ടോപ്പ് സ്ക്രീനിൽ കാണുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സെഷൻ, ഇതെന്ന് പറയുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് കുറച്ച് Q&A ക്വസ്റ്റ്യൻസ് കാര്യങ്ങൾ ഒക്കെ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇൻവാലിഡ് എന്ന് കാണിക്കുന്നു. അപ്പൊ എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി, ക്ലാസ് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞുതരാം. യൂസർ നെയിമിൽ എന്തെങ്കിലും ചെറിയ മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ കയറാൻ പറ്റില്ല. നമ്മൾ തന്നേക്കുന്ന യൂസർ നെയിം കറക്റ്റ് ആയിട്ട് വെച്ചാലേ കയറാൻ പറ്റത്തുള്ളൂ. ഒരു സ്മോൾ ലെറ്ററോ ക്യാപിറ്റൽ ലെറ്ററോ മാറിക്കഴിഞ്ഞാൽ കയറാൻ പറ്റില്ല. ഓക്കെ, ലിങ്ക് ഞാൻ അയച്ചു തരാം, ഒറ്റ മിനിറ്റ്, ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. തന്നേക്കുന്ന യൂസർ നെയിമിന്റെ ക്യാപിറ്റൽ ലെറ്റേഴ്സും ഡിജിറ്റ്സും എല്ലാം കറക്റ്റ് ആയിട്ട് എൻ്റർ ചെയ്താലേ സൈൻ ഇൻ വരുള്ളൂ. ഓക്കെ, അത് ഞാൻ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാൻ ഞാൻ ഫിക്സ് ചെയ്ത് തരാം. ഓക്കെ, അപ്പൊ ഇത് ഫ്രീ ആയിട്ട് നമ്മൾ എടുത്തേക്കുന്ന സെഷൻസ് ആണ് ഈ ഒരു സ്ക്രീനിലുള്ളത്. പിന്നെ നിങ്ങളുടെ നെക്സ്റ്റ് എന്ന് പറയുമ്പം ഈ മൈ കോഴ്സസ് എന്ന് പറയുന്നത് ഞാനിപ്പം കറന്റ്ലി എൻ്റർ ചെയ്തേക്കുന്ന കോഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗൂഗിൾ ക്ലാസ് റൂമിന്റെ ഒരു സ്പെക്കാണ് ഈ മൈ കോഴ്സസ് എന്നും പറഞ്ഞ് ഇവിടെ ഞാൻ ആഡ് ചെയ്തേക്കുന്നത്. ഗൂഗിൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് ക്ലാസ്സസ്, PDF അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരിക. സെയിം സംഭവമാണ് ഇവിടെ ക്ലാസ് റൂം പോലെ മൈ കോഴ്സസ് എന്ന് പറഞ്ഞ് ആഡ് ചെയ്തേക്കുന്നത്. ജസ്റ്റ് ഈ ഒരു ഇമേജിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ കംപ്ലീറ്റ് മെറ്റീരിയൽ ഇവിടെ ഡിസ്പ്ലേ ചെയ്യും. കംപ്ലീറ്റ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ടോപ്പിക് വൈസ് എന്തൊക്കെയാണ് നമ്മൾ എടുത്തത്. ഇപ്പൊ ഡിസംബർ തൊട്ട് ഫെബ്രുവരി വരെയുള്ള കംപ്ലീറ്റ് ക്ലാസ്സുകളാണ് ഞാൻ ഇതിൽ ആഡ് ചെയ്തേക്കുന്നത്. ഡിസംബർ 1 തൊട്ട് സ്റ്റാർട്ട് ചെയ്ത് മാർച്ച് ഇന്നലെ എന്നാണ് ലാസ്റ്റ് ക്ലാസ് എടുത്തിരിക്കുന്നത് അതുവരെയുള്ള കംപ്ലീറ്റ് മെറ്റീരിയൽ ഇതിൻ്റെ അകത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ലെപ്രസി എന്ന് പറയുന്ന ഒരു കണ്ടന്റ് എടുക്കാന്നുണ്ടെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് രണ്ട് സംഭവം കാണാം. ഒന്ന് ലെപ്രസിയുടെ വീഡിയോ, തൊട്ട് താഴെ ലെപ്രസിയുടെ നാഷണൽ ലെപ്രസി ഇറാഡിക്കേഷൻ പ്രോഗ്രാമിന്റെ PDF. വീഡിയോ ഒന്ന് ഓപ്പൺ ആക്കാം. ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, വീഡിയോ ഓട്ടോമാറ്റിക്കലി ലോഡ് ആവും. ഓക്കെ, ഈ വീഡിയോ നിങ്ങൾക്ക് ഇപ്പം ചെറിയ സ്ക്രീനിലാണ് കാണുന്നത്. ഇത് വലുതാക്കാനായിട്ട് ഇവിടെ റൈറ്റ് സൈഡിലുള്ള ആ ഒരു സ്ക്വയർ ബട്ടണിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി. ഓട്ടോമാറ്റിക്കലി വീഡിയോയുടെ ഓറിയന്റേഷൻ മാറി ഫുൾ സ്ക്രീനിൽ നിങ്ങൾക്ക് വീഡിയോ കാണാൻ പറ്റും. ഇത് നിങ്ങളുടെ യൂട്യൂബ് തന്നെയാണ്. ഈ കാണുന്ന ഒരു സ്ക്രീൻ എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ആണ്. അപ്പൊ യൂട്യൂബിൻ്റെ അകത്ത് എന്തൊക്കെ സെറ്റിംഗ്സ് ഉണ്ടോ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ തന്നെ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നുള്ളത് വീഡിയോ ആണ്. ഇത് വീഡിയോ. ഓക്കെ, വീഡിയോ കഴിഞ്ഞിട്ട് PDF ആണ്. PDF ഫയൽ ഓപ്പൺ ആക്കാനായിട്ട് ജസ്റ്റ് ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ഡൗൺലോഡ് ആണ്. ജസ്റ്റ് ഈ PDFന്റെ ഇതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതി. അപ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഈ ഒരു ഫയല് ഡൗൺലോഡ് ആവും. PDF ഫയല് ഡൗൺലോഡ് ആവും. ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ആപ്പിന്റെ അകത്ത് തന്നെ PDFs സേവ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ആപ്പിൽ തന്നെ നിങ്ങൾക്ക് PDF ഫയൽസ് സേവ് ചെയ്ത് വെക്കാൻ പറ്റും. പിന്നീട് നിങ്ങൾ ഇൻ കേസ് നെറ്റ് ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ ആപ്പിൽ കയറിയിട്ട് നോട്ട് എടുക്കാൻ പറ്റും. ജസ്റ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഫോണിന്റെ പുറത്തോട്ട് ഒരു ഫയലും വരത്തില്ല, എല്ലാം ആപ്പിന്റെ അകത്തായിരിക്കും സേവ് ആവുന്നത്. ഇപ്പം സിമ്പിൾ ആയിട്ട് PDF ഫയൽസ് ഓപ്പൺ ആക്കാം. സൈസ് ഇൻക്രീസ് ചെയ്യണമെങ്കിൽ വലുതാക്കാം. നോർമൽ ആയിട്ട് ഫോണിൽ യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഏറ്റവും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഇത്ര ഓക്കെ അല്ലേ? പറഞ്ഞ ഇത്രയും ക്ലിയർ അല്ലേ? ഓരോന്നിനും ഓരോ കണ്ടന്റിന്റെയും എടുത്തു കഴിയുമ്പോൾ ഇതേപോലെ നിങ്ങൾക്ക് വീഡിയോ കാണാം, PDF കാണാം. ഈസി ആയിട്ട് കണ്ടന്റ് ഓറിയന്റഡ് യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെ ചെയ്തേക്കുന്നത്. അങ്ങനെ എല്ലാ കണ്ടന്റും ആഡ് ചെയ്തിട്ടുണ്ട്.
അനാട്ടമി ആൻഡ് ഫിസിയോളജി ഒക്കെ കംപ്ലീറ്റ് ആഡ് ചെയ്തിട്ടുണ്ട്. PDF വീഡിയോസ് എല്ലാം ഓർഡറിൽ തന്നെയാണ്. ജസ്റ്റ് അതിൽ ഓപ്പൺ ആക്കിയാൽ മാത്രം മതി. എന്നിട്ട് ഡൗൺലോഡ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇപ്പൊ ഡൗൺലോഡ് ചെയ്ത് കഴിയുമ്പോൾ ഫയല് ഡൗൺലോഡ് ആവും. നിങ്ങൾക്ക് അത് ഓപ്പൺ ആക്കാം. ഇനി ഡൗൺലോഡ് ചെയ്തേക്കുന്ന ഫയല് പ്രിന്റ് എടുക്കാൻ പറ്റില്ല. ഒരു മെറ്റീരിയലും നമ്മൾ ഈ ഒരു ഫോണിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ടുള്ള പെർമിഷൻ പ്രൊവൈഡ് ചെയ്യില്ല. മെയിൻ ആയിട്ട് നമ്മൾ ഈ ഒരു ആപ്പ് ബിൽഡ് ചെയ്തേക്കുന്നത് തന്നെ നമ്മുടെ ഒരു സെക്യൂരിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെയാണ്. അപ്പൊ നിങ്ങൾക്ക് ഇതിൽ നിന്ന് സ്ക്രീൻഷോട്ട് എടുക്കാനോ പ്രിന്റ് എടുക്കാനോ സ്ക്രീൻ റെക്കോർഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല. കംപ്ലീറ്റ് ആയിട്ട് നമ്മളത് ബാൻ ചെയ്തേക്കാണ്. നിങ്ങൾക്ക് എന്ത് ആവശ്യം ഉണ്ടെങ്കിലും ഡയറക്റ്റ് നമുക്ക് കോർഡിനേറ്റേഴ്സിന് അടുത്ത് പറയാം. നമ്മളത് സിസ്റ്റമായിട്ട് കറക്റ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഇപ്പൊ ഈ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്ന PDF ഫയൽസ് കംപ്ലീറ്റ് ആയിട്ട് വരുന്നത് ഈ ഫോണിന്റെ തന്നെ നമ്മുടെ ഹോം സ്ക്രീൻ ഉണ്ടല്ലോ. ഹോം സ്ക്രീനിൽ തൊട്ട് താഴെ നിങ്ങൾ 4 ഓപ്ഷൻസ് ഉണ്ടോ? ഹോം, മൈ കോഴ്സസ്, ക്വിസും ഡൗൺലോഡ്സ്. താഴെ ഏറ്റവും താഴെയായിട്ട് നിങ്ങൾക്ക് 4 ഓപ്ഷൻസ് കാണാം. ഹോം സ്ക്രീനിന്റെ 4 ഓപ്ഷൻസ് ആണ്. അപ്പൊ ഇതില് ഈ ഡൗൺലോഡ്സ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഡൗൺലോഡ് ചെയ്ത് വെച്ചേക്കുന്ന PDFs അവിടെ യൂസ് ചെയ്യാം. ക്ലിയർ ആണോ? എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് ഇത് കയറി ഓപ്പൺ ആക്കാം. PDF ഡൗൺലോഡബിൾ ആണ്. ഓഫ്ലൈൻ ഡൗൺലോഡ്സ് ഓപ്ഷൻ ഉണ്ട്. അപ്പൊ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് കയറി അത് കാണാൻ പറ്റും. ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണോ? ഡൗട്ട് ഉണ്ടോ? ക്ലിയർ ആണ്. ഇനി നെക്സ്റ്റ് എന്ന് പറയുമ്പം എക്സാം ആണ് നമ്മുടെ ഒരു മെയിൻ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം. ഇത്രയും നാൾ നടത്തുന്ന എക്സാമിന്റെ അകത്ത് നമ്മൾ മാനുവലി ഇരുന്ന് മാർക്ക് കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യായിരുന്നു. അത്രയും വേസ്റ്റ് ഓഫ് ടൈം ആണ്. നിങ്ങൾക്ക് മാർക്ക് കാണാനായിട്ടുള്ള ഒരു സംഭവം അത്രയും ടൈം ഡിലേ വരും. അതെല്ലാം ഈ ഒരു ആപ്പിന്റെ അകത്താക്കി കഴിയുമ്പോൾ മാക്സിമം നമുക്കത് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. സോ എക്സാം വരുന്നതും നിങ്ങളുടെ ഹോം സ്ക്രീനിൽ തന്നെ ക്വിസ് എന്നും പറഞ്ഞിട്ടൊരു ഓപ്ഷൻ വന്ന് കിടപ്പുണ്ട്. ഹോം സ്ക്രീനിൽ തന്നെ ആയിരിക്കും എക്സാംസ് വരിക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും താഴത്തെ ഈ ഒരു ബാനറിൽ ക്വിസ് എന്നുള്ള ഓപ്ഷൻ കാണാം. ഓക്കെ, അപ്പൊ ഈ ഹോം സ്ക്രീനിലെ ക്വിസിൽ നിങ്ങൾ ജസ്റ്റ് അവിടെ നിന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എക്സാം ഓപ്പൺ ആവും. എക്സാം ഓപ്പൺ ആകുമ്പോൾ ടൈമർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ ഡെമോ ടെസ്റ്റ് എന്ന് പറഞ്ഞ് വെറുതെ ഒരു ടൈം ഫിക്സ് ചെയ്ത ഒരു എക്സാം സെറ്റ് ചെയ്തിട്ടേക്കാണ്. അപ്പൊ ഇതില് എങ്ങനെയാണ് ഈ ഒരു എക്സാം നോർമലായിട്ട് നമ്മൾ ഗൂഗിൾ ഫോമിലൊക്കെ അറ്റൻഡ് ചെയ്തതുപോലെ തന്നെ ജസ്റ്റ് നിങ്ങൾ ഈ ഒരു ടൈമർ നോക്കിക്കോണം. ടൈമർ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ക്ലോസ് ആവും. ഇപ്പൊ നമ്മൾ ഒരു എക്സാം ഇപ്പം ഒരു അരമണിക്കൂറിന്റെ 30 മിനിറ്റ്സിന്റെ എക്സാം ആണെങ്കിൽ ഇന്നിപ്പം ഞാൻ 6 മണിക്കൂർ എക്സാം സ്റ്റാർട്ട് ചെയ്തെന്ന് വിചാരിച്ചു. ഇന്ന് വൈകിട്ട് 6 മണിക്ക് ഞാനൊരു എക്സാം ഇട്ട് കഴിഞ്ഞാൽ നാളെ വൈകിട്ട് 6 മണി വരെ എപ്പം വേണമെങ്കിലും നിങ്ങൾക്ക് കയറി അറ്റൻഡ് ചെയ്യാം. 24 അവർ ഓപ്പൺ ആയിരിക്കും ഒരു എക്സാം. 24 മണിക്കൂറിൽ ഏതെങ്കിലും ഒരു 30 മിനിറ്റ്സ് കയറി അറ്റൻഡ് ചെയ്താൽ മതി. 24 അവർ ഫോർമാറ്റിൽ ഓപ്പൺ ആയിരിക്കും. ഓക്കെ, ഇതില് നിങ്ങൾ തന്നെ വേണമെങ്കിൽ ഓപ്ഷൻസ് ആൻസർ പറഞ്ഞു. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ഓൾറെഡി വീക്ക്ലി ടെസ്റ്റിൽ ഇട്ട ക്വസ്റ്റ്യൻ ആണ്, പലരും അറിയായിരിക്കും. ഓപ്ഷൻ ഡി ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഓപ്ഷൻ ഡി ഞാൻ സെലക്ട് ചെയ്തു. സെക്കൻഡ് വൺ സാഡിൽ ജോയിന്റ്. തേർഡ് വണ്ണിന്റെ ആൻസർ മദർ ടു ചൈൽഡ് ട്രാൻസ്മിഷൻ 25%. ഫോർത്ത് വണ്ണിന്റെ ആൻസർ ബാഡ് ബ്രെത്ത്. ഫിഫ്ത്ത് വണ്ണിന്റെ ആൻസർ ഓപ്ഷൻ 1 അസ്കാരിയാസിസ്. ദെൻ സിക്സ്ത് വണ്ണിന്റെ ആൻസർ ഡി ആണ്. ഇനി ഏഴാമത്തെ ക്വസ്റ്റ്യൻ മാത്സ് ഫോളോയിങ് ആണ്. ഏഴാമത്തെ ക്വസ്റ്റ്യനിലെ ആൻസർ എനിക്ക് അറിയില്ല എന്ന് വിചാരിച്ചോ. ഓക്കെ, ആൻസർ എനിക്ക് അറിയില്ല. സോ ഞാൻ ഇത് ലീവ് ചെയ്യാണ്, ബ്ലാങ്ക് ആയിട്ട് ലീവ് ചെയ്യാണ്. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ശരിക്കും ഏതാണ്? ഡി ആണ്. കീമോ പ്രൊഫൈലാക്സിസ് ഫോർ HIV എന്നുള്ളതാണ് എട്ടാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ. പക്ഷെ ഞാൻ എന്താ ചെയ്യാ, ഞാൻ മിസ്റ്റേക്ക് ആയിട്ട് ബി മാർക്ക് ചെയ്തു. ഓക്കെ, എട്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ തെറ്റിച്ചു. ഒമ്പതാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ ആണ്. ഫസ്റ്റ് മെയിൻ വെക്ടറിൻ അർബൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ഏരിയാസ് ആണ് കറക്റ്റ് ആൻസർ ഒമ്പതാമത്തെ ക്വസ്റ്റ്യന്റെ. സോ അത് ഞാൻ മിസ്റ്റേക്ക് ആക്കി സി മാർക്ക് ചെയ്തു. ലാസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ ഫൗൾ എന്നുള്ളത് കറക്റ്റ് സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പൊ ഞാൻ എല്ലാം മാർക്ക് ചെയ്തു. ടൈമർ കാണാമല്ലോ, ടൈമർ മൂവ് ചെയ്യുന്നുണ്ട്. സോ കറക്റ്റ് ടൈമിൽ അത് സബ്മിറ്റ് ചെയ്യാന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഈ ഒരു 10 മിനിറ്റിന്റെ എക്സാം അല്ലെങ്കിൽ 7 മിനിറ്റ് ആണ്, 7:30 മിനിറ്റ് ആണ് ഞാൻ സെറ്റ് ചെയ്തിരുന്നത്. സോ 7:30 മിനിറ്റിന്റെ എക്സാം ഞാൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ഒരു 24 മണിക്കൂർ കഴിയുമ്പോഴേ ഇത് പിന്നീട് കയറി ചെയ്യാൻ പറ്റത്തുള്ളൂ. കിട്ടിയോ? ഒരു പ്രാവശ്യം എക്സാം കയറി അറ്റൻഡ് ചെയ്താൽ 24 മണിക്കൂർ കഴിഞ്ഞ് ഇതിന്റെ മാർക്ക് ലിസ്റ്റ് പബ്ലിഷ് ആവും. ലീഡർ ബോർഡ് ഉണ്ട്, ആർക്കാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ ഓർഡറിൽ അറേഞ്ച് ചെയ്ത് വരും. അപ്പൊ ആ ഒരു സബ്മിറ്റ് ചെയ്യുന്നതിന്റെ മുമ്പ് നിങ്ങൾ അത് ശ്രദ്ധിച്ചോണം. ഓക്കെ, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു കയറണമെങ്കിൽ 24 അവർ കഴിയണം. അങ്ങനെ ഒരു സംഭവം ഉണ്ട്.
രണ്ടാമത്തെ കേസ്, എക്സാം എഴുതുന്നതിന്റെ ഇടയ്ക്ക് ചാറ്റ് ജി പി ടിയോ വേറെ ടാബോ സ്വിച്ച് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് കട്ടാവും. പ്രോക്ടറിംഗ് മോഡ് ഓൺ ആണ്. ഓക്കെ, നമ്മൾ ടാബ് സ്വിച്ച് ചെയ്യുക, ബാക്ക് അടിക്കാൻ നോക്കുക, ഒന്നും നടക്കത്തില്ല. എക്സാമിൽ കയറി കഴിഞ്ഞാൽ എക്സാം തീരാതെ വേറെ എന്ത് പണിക്ക് പോയാലും ഇവിടെ ഓട്ടോമാറ്റിക്കലി ലോഗ് ഔട്ട് ആവും. അങ്ങനെയാണ് ഓക്കെ സെറ്റ് ചെയ്തേക്കുന്നത്. ദെൻ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തു. ഓക്കെ, സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം എൻ്റെ നെഗറ്റീവ് മാർക്കിംഗ് ഉൾപ്പെടെയുള്ള സ്കോറാണ് ഈ കാണിച്ചേക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഞാൻ 2 ക്വസ്റ്റ്യൻ തെറ്റിച്ചു. അതാണ് ഈ കാണിച്ചേക്കുന്ന മാർക്ക്, നെഗറ്റീവ് മാർക്കിംഗ്. -0.33 വെച്ചിട്ട് എനിക്ക് 2 ക്വസ്റ്റ്യൻ തെറ്റി. ഓക്കെ, അപ്പൊ 2 ക്വസ്റ്റ്യൻ തെറ്റി കഴിഞ്ഞപ്പോൾ 0.66 കുറഞ്ഞു. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തില്ല. അപ്പം ടോട്ടൽ മാർക്കിൽ നിന്ന് ഓൾറെഡി എനിക്ക് 10 ക്വസ്റ്റ്യൻ ഉള്ളത് 9 ഞാൻ എടുത്തിട്ടുള്ളൂ. അപ്പൊ 9 മാർക്കായി ടോട്ടൽ 9 ക്വസ്റ്റ്യൻസ് ആയി. മാർക്കിംഗ് സ്കീം നിങ്ങൾക്ക് അറിയാമെന്ന് വിചാരിക്കുന്നു. PSCയുടെ മാർക്കിംഗ് അറിയാം. അപ്പൊ ഇത് ഏതൊക്കെ ക്വസ്റ്റ്യൻ ആണ് എനിക്ക് തെറ്റിയത്, എങ്ങനെയാണ് മാർക്ക് പോയെന്നുള്ള അറിയാനായിട്ട് താഴെ തന്നെ ലെഫ്റ്റിൽ കാണുന്ന റിവ്യൂ ആൻസേഴ്സ് എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. റിവ്യൂ ആൻസേഴ്സ് ക്ലിക്ക് ചെയ്യുമ്പം ഞാൻ ചെയ്തേക്കുന്ന ആൻസേഴ്സ് കംപ്ലീറ്റ് ആയിട്ട് അവിടെ വ്യൂ ആവും. ഓക്കെ, ഏതൊക്കെയാണ് കറക്റ്റ്, ഏതൊക്കെയാണ് തെറ്റിച്ചത് എന്നുള്ള കറക്റ്റ് അവിടെ വ്യൂ ആവും. ഫസ്റ്റ് ക്വസ്റ്റ്യൻ കറക്റ്റ് ആണ്, സെക്കൻഡ് കറക്റ്റ് ആണ്, തേർഡ് കറക്റ്റ് ആണ്, ഫോർത്ത് ഫിഫ്ത്ത് കറക്റ്റ് ആണ്, സിക്സ്ത് കറക്റ്റ് ആണ്, സെവൻത് കണ്ടോ അൺമാർക്ഡ് ആണ്. അപ്പൊ ഒരു ക്വസ്റ്റ്യൻ ഓൾറെഡി പോയി. ഒരു മാർക്ക് ഞാൻ അറ്റൻഡ് ചെയ്തിട്ടില്ല, 0 മാർക്കാണ് ഇവിടെ സ്കോർ ആയിരിക്കുന്നത്. 8ാമത്തെ ക്വസ്റ്റ്യന്റെ കറക്റ്റ് ആൻസർ ഡി ആണ്, ഞാൻ മാർക്ക് ചെയ്തത് ബി ആണ്. സോ അവിടെ ഒരു 0.33 റെഡ്യൂസ് ആയി, 0.33 മാർക്ക് പോയി. 9ാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ കറക്റ്റ് മാർക്ക് ചെയ്തതല്ല, തെറ്റിച്ചു. ഇതാണ് മാർക്ക് ചെയ്തേക്കുന്നത്. കറക്റ്റ് ആൻസർ മെയിൻ വെക്ടർ ആണ്. ഓക്കെ, അപ്പം ഇവിടുത്തെ -0.33 കൂടി നെഗറ്റീവ് മാർക്കിങ്ങിൽ പോയി. 10ാമത്തെ ക്വസ്റ്റ്യൻ കറക്റ്റ് ആണ്. ഓക്കെ, അപ്പൊ എനിക്കിവിടെ 2.66 കുറഞ്ഞു, മൊത്തം 0.66 റെഡ്യൂസ് ആയി. ഈ ഒരു ക്വസ്റ്റ്യൻ ഞാൻ അറ്റൻഡ് ചെയ്തില്ല. അപ്പൊ ടോട്ടല് 10 ക്വസ്റ്റ്യനിൽ 9 ഞാൻ അറ്റൻഡ് ചെയ്തു, 2 മിസ്റ്റേക്ക് ആയി. അപ്പം ടോട്ടൽ എനിക്ക് എത്ര കറക്റ്റ് ആൻസർ ഉണ്ട്? മൊത്തം 7 കറക്റ്റ് ആൻസേഴ്സ് ഉണ്ട്. അപ്പൊ 7 മാർക്ക് എനിക്ക് PSC അവാർഡ് ചെയ്തു, 7 മാർക്ക് കിട്ടി. ഇനി അതിൽ നിന്ന് ഈ കുറച്ചേക്കുന്ന മാർക്ക് എന്ന് പറയുമ്പോൾ 0.66 റെഡ്യൂസ് ആവും. പിടികിട്ടിയോ? 7 മാർക്കിൽ നിന്ന് -0.66 റെഡ്യൂസ് ചെയ്തിട്ടുള്ള സ്കോറാണ് ഈ കാണിച്ചിരിക്കുന്നത്, 6.34. ഇങ്ങനെയാണ് PSCയുടെ ഒരു സ്കോർ കാൽക്കുലേറ്റ് ആവുന്നത്. ആ സിസ്റ്റം തന്നെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ എനിക്ക് ഇതിൽ വീണ്ടും ക്വിസിൽ കയറി അറ്റൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ 24 മണിക്കൂർ കഴിയണം. നമ്മൾ ലീഡർ ബോർഡ് പബ്ലിഷ് ചെയ്യും. ലീഡർ ബോർഡ് എന്ന് പറയുമ്പോൾ ആർക്കാണ് ഫസ്റ്റ് കിട്ടിയത് അങ്ങനെ ഒരു ഓപ്ഷൻ ലീഡർ ബോർഡ് കാണാൻ പറ്റും. ഇപ്പൊ ഞാനിത് ഓൾറെഡി ഡെമോ ടെസ്റ്റ് സെറ്റ് ചെയ്ത ടൈമിൽ ഒരു ലീഡർ ബോർഡ് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇത് കംപ്ലീറ്റ് ആയിട്ട് 24 മണിക്കൂർ കഴിയുമ്പം ആർക്ക് ഫസ്റ്റ് കിട്ടി, സെക്കൻഡ് കിട്ടി എന്ന് കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് തൊട്ടടുത്ത ദിവസം തൊട്ട് വീണ്ടും കയറി ഈ എക്സാം എപ്പം വേണമെങ്കിലും അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഈ ക്വിസിൻ്റെ അകത്ത് പ്രാക്ടീസ് ക്വിസ് എന്നുള്ള ഓപ്ഷൻ എപ്പോഴും എനേബിൾഡ് ആയിരിക്കും. 24 hours എപ്പം വേണമെങ്കിലും കയറി ചെയ്ത് മാർക്ക് കാണാൻ പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? ഇത്രയാണ് ഈ ഒരു ആപ്പിൻ്റെ അകത്ത് വരുന്ന ഫങ്ഷനാലിറ്റീസ്. ലൈവ് ക്ലാസ്, തൊട്ട് താഴെ നിങ്ങളുടെ റെക്കോർഡഡ് ക്ലാസ്, പിന്നെ എക്സാംസ്. 3 സംഭവം ആപ്പിൻ്റെ അകത്തേക്ക് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. പറഞ്ഞതൊക്കെ ക്ലിയർ അല്ലേ? എല്ലാം മനസ്സിലായി എന്ന് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ പറഞ്ഞതില്? ഞാൻ എന്തായാലും ഒരു വീഡിയോയും കൂടെ ചെയ്തിട്ട് ഞാൻ ഗ്രൂപ്പിൽ ഇട്ട് തരാം. ഇതിപ്പം പലരും പകർത്തി വെച്ച് കയറിയവരൊക്കെ ഉണ്ട്. സോ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യേണ്ടതെന്നും എല്ലാം സെറ്റ് ചെയ്യുന്നത് പറഞ്ഞുതരാം. യൂസർ നെയിം എൻ്റർ ചെയ്യുന്നത് കറക്റ്റ് ആയിരിക്കണം. ഇല്ല, ഇനി ഒന്നും വാട്സപ്പിൽ വരത്തില്ല. ഓൺലൈൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് ഇതിൻ്റെ അകത്തായിരിക്കും. ജസ്റ്റ് എന്താണ് ക്ലാസ് ഉള്ളതെന്നുള്ളത് ഗ്രൂപ്പിലിടും. ഡിസംബറിന്റെ മുമ്പുള്ള കംപ്ലീറ്റ് ക്ലാസ്സുകൾ നമ്മൾ ഗൂഗിൾ ക്ലാസ് റൂമിൽ തന്നെ ആയിരിക്കും ആഡ് ചെയ്യുക. ക്ലാസ് റൂമിൽ തന്നെ അവൈലബിൾ ആയിരിക്കും, കംപ്ലീറ്റ് ഉണ്ടാവും. ജൂലൈ ടു നവംബർ ലാസ്റ്റ് വരെയുള്ള കംപ്ലീറ്റ് ക്ലാസ്സിന്റെ വീഡിയോ PDF എക്സാംസ് എല്ലാം അതിൽ തന്നെ കിടക്കും. അത് കഴിഞ്ഞിട്ട് ഡിസംബർ തൊട്ടുള്ള എക്സാംസ് അതിൽ തന്നെ ഉണ്ടാവും. വീക്ക്ലി ടെസ്റ്റ്, മന്ത്ലി ടെസ്റ്റ് എല്ലാം അതുവരെ കഴിഞ്ഞതെല്ലാം അതിൽ തന്നെ കിടക്കും. അത് കഴിഞ്ഞിട്ട് ഡിസംബർ തൊട്ട് ഇനി ലാസ്റ്റ് വരെ എടുക്കുന്ന എന്താണോ അതെല്ലാം ഈ ഒരു സംഭവത്തിലേക്ക് ആഡ് ആവും, ഈ ഒരു ആപ്പിലേക്ക് ആഡ് ആവും. ഓക്കെ, അപ്പൊ ഇത് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്യാം. നാളെ തൊട്ട് കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു സംഭവത്തിന്റെ അകത്തേക്കായിരിക്കും ക്ലാസ് വരിക. നാളെ നിങ്ങളുടെ സൂം മീറ്റിംഗ് ലിങ്ക് ഗ്രൂപ്പിൽ വരത്തില്ല, പകരം ക്ലാസ് ഉണ്ട് എന്നുള്ള ഒരു നോട്ടിഫിക്കേഷൻ വരും. ഓക്കെ, അപ്പൊ ഇതിൻ്റെ അകത്ത് ഇപ്പം നമ്മളൊരു 1 വീക്കിൻ്റെ അകത്ത് ഇതിൽ അപ്ഡേറ്റ്സുകൾ വരും. അപ്ഡേറ്റ് വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഫോണിൻ്റെ അകത്ത്
അൺനോൺ ആപ്പ് ഇൻസ്റ്റാൾഡ് കാണിക്കും. ജസ്റ്റ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. അത് അവോയ്ഡ് ചെയ്തിട്ട് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. എല്ലാവരുടെയും ഫോണിൽ അങ്ങനെ കാണിക്കും. എക്സ്റ്റേണൽ ആയിട്ട് നമ്മുടെ പ്ലേ സ്റ്റോറിൽ വരുന്നത് വരെ ഒരു ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അൺനോൺ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്നതിന്റെ ഒരു സംഭവം കാണിക്കും. ഒരു പോപ്പ് വരും. അത് അവോയ്ഡ് ചെയ്തിട്ട് അങ്ങ് ഇൻസ്റ്റാൾ ചെയ്താൽ മതി. ഓക്കെ. എക്സാം വരെ എല്ലാ എക്സാം പറ്റും. എക്സാം വരെ എല്ലാ എക്സാംസും അറ്റൻഡ് ചെയ്യാൻ പറ്റും കംപ്ലീറ്റ് ആയിട്ട്. ഇതേപോലെ നെഗറ്റീവ് മാർക്കിംഗ് കാര്യങ്ങളെല്ലാം കാണിക്കും. ഓക്കെ. പിന്നെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ട്? ഇപ്പോഴത്തെ കറണ്ട് ക്ലാസിന്റെ ഷെഡ്യൂള് ഈ നോമ്പുള്ളതുകൊണ്ടാണ് ഈ 8 മണിക്ക് വെച്ചേക്കുന്നത്. അപ്പൊ ഇനി അങ്ങോട്ട് പോകുമ്പോൾ ഇനിയിപ്പോ എൻവയോൺമെന്റ് ആൻഡ് ഹെൽത്തിന്റെ ക്ലാസ് 2 ക്ലാസ് വെച്ചിട്ട് ആഡ് ചെയ്യാനൊക്കെ നോക്കുന്നുണ്ട്. കാരണം ഏതാണ്ട് 8 ക്ലാസ്സോളം ഉണ്ട്. എൻവയോൺമെന്റ് ആൻഡ് ഹെൽത്ത് ഫുള്ള് തീർക്കണമെങ്കിൽ 8 ക്ലാസ് ഉണ്ട്. സോ രണ്ട് ക്ലാസ് മാക്സിമം നമ്മളത് ആഡ് ചെയ്യാനായിട്ട് ചെക്ക് ചെയ്യുന്നുണ്ട്. വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഫീഡ്ബാക്കോ ഡൗട്ട്സോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം, ക്ലിയർ ചെയ്ത് തരാം. അപ്പൊ ഇതിലിപ്പോ കയറാൻ നേരം സൈൻ ഇൻ ഇഷ്യൂ കാണിച്ചവരുടെയൊക്കെ ഞാൻ ഫിക്സ് ചെയ്ത് തരാം. വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി. ഇവിടെ നിങ്ങളുടെ അക്കൗണ്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് തന്നേക്കുന്ന യൂസർ നെയിം പാസ്വേഡ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കയറി എഡിറ്റ് ചെയ്യാം, ഫോട്ടോസ് ആഡ് ചെയ്യാം, പേര് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് തന്നെ ചേഞ്ച് ചെയ്യാം. നമുക്ക് ഇതിൻ്റെ അകത്തൊരു ആക്സസ് ഉണ്ടാവും. എപ്പോൾ വേണമെങ്കിലും നമുക്കിത് കട്ട് ചെയ്യാൻ പറ്റും. ആഡ് ചെയ്യാനുള്ള ഓപ്ഷൻ കാര്യങ്ങളെല്ലാം നമ്മളിവിടെ മാനുവലി സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഇൻ കേസ് ഒരു മാസം ഫീ വല്ലതും പെൻഡിങ് ആയി കഴിഞ്ഞാൽ ആ സെക്കൻഡിൽ ക്ലാസ് കട്ടാവും. അങ്ങനെയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ആക്സസ് കൺട്രോൾ ഉണ്ട്. എല്ലാവർക്കും ആക്സസ് ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഈ മുകളിൽ കാണുന്ന വീഡിയോസ് ഒക്കെ കാണാനായിട്ട് ജസ്റ്റ് അതിൻ്റെ അകത്തൊന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. വീഡിയോ നിങ്ങൾക്ക് അത് യൂട്യൂബിൽ പ്ലേ ആവും. അത് ഓട്ടോമാറ്റിക്കലി യൂട്യൂബിലോട്ട് റീഡയറക്ട് ചെയ്തോളും. എല്ലാം യൂസർ ഫ്രണ്ട്ലി ആയിട്ട് തന്നെയാണ് ചെയ്തേക്കുന്നത്. വേറെ ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ? 6 മണിയായിട്ടുണ്ട്. ക്ലിയർ അല്ലേ? ഞാനൊരു ചെറിയൊരു വീഡിയോയും കൂടെ ചെയ്തിട്ട്, നേരത്തെ നമ്മുടെ സൂമിന്റെ എടുക്കുന്ന എങ്ങനെയാണെന്നുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു വീഡിയോ ഇതിന്റെയും കൂടെ ചെയ്തിട്ട് ഞാൻ വാട്സപ്പിൽ ഇട്ട് തരാം. ഓക്കെ. നിങ്ങളുടെ യൂസർ നെയിം വേണമെങ്കിൽ ഞാനൊരു വേർഡ് ഫയൽ ആയിട്ട് ക്രിയേറ്റ് ചെയ്തിട്ട് കറക്റ്റ് യൂസർ നെയിമും കൂടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഇട്ടേക്കാം. ഇൻ കേസ് നിങ്ങളുടെ എന്തെങ്കിലും യൂസർ നെയിം മാറി ടൈപ്പ് ചെയ്താൽ ഇതിൽ ലോഗിൻ ചെയ്യുന്ന ഒരു ഇഷ്യൂ ഉണ്ട്. എന്തായാലും നിങ്ങൾ നാളെ തൊട്ട് ഇത് ആപ്പ് യൂസ് ചെയ്ത് നോക്കുക. എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്യൂസ് ഫേസ് ചെയ്യുന്നത് നമ്മളത് അത് പറയണം. നമ്മൾ അതനുസരിച്ച് അടുത്തടുത്ത അപ്ഡേറ്റുകളിൽ ആഡ് ഓൺ ആയിട്ട് ഫീച്ചേഴ്സ് ആഡ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. സോ എന്തായാലും വൈകിട്ട് ഇത്ര നേരത്തെ ക്ലാസ് വെച്ച് കയറിയവർക്കെല്ലാം ഒരു താങ്ക് യു പറയുന്നു. ഗ്രൂപ്പിലെ ഞാൻ വീഡിയോ ഇടാം. ഓക്കെ. 8 മണിക്ക് നിങ്ങളുടെ ക്ലാസ് ഉണ്ടാവും. ഓക്കെ. ലീവ് ചെയ്യാം കേട്ടോ. മീറ്റിംഗിന് ലീവ് ചെയ്യാം. റെക്കോർഡിംഗ് ഞാൻ പ്രൊവൈഡ് ചെയ്യും. ഇതിന്റെ റെക്കോർഡിംഗ് ആഡ് ചെയ്ത് തരാം. ഓക്കെ.